സംസ്ഥാനത്തെ ഡോക്ടർമാർ നാളെ പണിമുടക്കും. രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്കം. കയ്പമംഗലം പെരുന്തോട് വലിയ തോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി. പശുവിനെ കൊന്നു. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങുന്നതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്തെ ഡോക്ടർമാർ നാളെ പണിമുടക്കും. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്കം. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കം. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവവനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് നാളെ ഡോക്ടർമാരുടെ പണിമുടക്ക്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്ക്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ OP ഡോക്ടർമാരെ OP ബഹിഷ്കരിക്കുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഡെന്റൽ കോളേജ് ആശുപത്രികളിലും OP സേവനം ഉണ്ടാകില്ല. അത്യാഹിത വിഭാഗങ്ങൾ പ്രവർത്തിക്കും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിൽ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ KGM-CTAയും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവശ്യ സർവീസുകൾ ഒഴികെ OP ഉൾപ്പെടെയുള്ള മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും KGM-CTA അഭ്യർത്ഥിച്ചു. അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള ചികിത്സയും അവശ്യ സേവനങ്ങളും നിലനിർത്തുമെന്നും അത്യാഹിത വിഭാഗങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്നും IMA ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വയനാട് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ജില്ലയെ സമ്പൂർണ്ണ സമരത്തിൽ നിന്നും സംഘടന ഒഴിവാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ ഡോക്ടർമാർ പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് ധരിച്ച് ജോലി ചെയ്യും. മീഡിയ ടൈം, കൊച്ചി. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉന്നത യോഗം വിളിച്ചു. യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനം ഉയർത്തി. പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മണ്ഡലത്തിലെ കൂടുതൽ മേഖലയിലേക്ക് കുടിവെള്ളം വ്യാപിപ്പിക്കാനും നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുവാനും വേണ്ടി E.T. ടൈസൺ MLAയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ ഉന്നത യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്വത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ രേഖപ്പെടുത്തി. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും MLA ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും MLA പറഞ്ഞു. കൂടാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കോൺട്രാക്ട് കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും. റോഡുകൾ മുറിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അവിടെ റോഡുകളുടെ റീടാറിംഗ് വേഗത്തിലാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുവകുപ്പുകളും ജില്ലാതലത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കും. നിലവിൽ പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ ബ്ലോക്ക് കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ E.T. ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാട്ടർ അതോറിറ്റി ഇരിങ്ങാലക്കുട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജി പോൾ, ഗുരുവായൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി, മതിലകം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹൈഡ മോസസ്, ഗുരുവായൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ വാടാനപ്പള്ളി, സെക്ഷൻ ഓവർസിയർ സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. CPM പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ശ്രദ്ധയൂന്നുന്നു. മാളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ വളണ്ടിയർമാർക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാങ്കല്ലൂർ, ആളൂർ, പുത്തഞ്ചിറ, മാള, അന്നമട, കുഴൂർ, പൊയ്യ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുമാണ് സന്നദ്ധ വളണ്ടിയർമാർ പരിശീലനത്തിന് പങ്കെടുത്തത്. CPM പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ശ്രദ്ധേയമാകുന്നു. മാള ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ഏകദിന ക്യാമ്പ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. 1500ഓളം വരുന്ന കിടപ്പും നടപ്പുമായി വീടിനകത്ത് കഴിയുന്ന രോഗികളും കൂട്ടിച്ചേർത്ത ജില്ലയ്ക്കകത്ത് ഏകദേശം 10,000-ഓളം പാലിയേറ്റീവ് രോഗികൾ ഉണ്ട് എന്നതാണ് ഏകദേശം.
ഡോക്ടറോട് പറഞ്ഞു എൻ്റെ വൈഫും കൂടി ചേരുന്ന കണക്കായിരിക്കും ഇത്. അപ്പോൾ ആ നിലയിൽ ഈ 10,000 പേരുടെ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതൊരു പ്രത്യേക പ്രശ്നമാണ്. അവർക്ക് സമയത്ത് അവരുടെ മുറിവുകൾ അവരെ കുളിപ്പിക്കേണ്ടതുണ്ട്, വാഷ് ചെയ്യേണ്ടതുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട്, ആഹാരം കൊടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഇത്തരം രോഗികൾ ഒറ്റപ്പെട്ടു പോകും. വീട്ടിൽ 2 ആളുണ്ടാവും, 3 ആളുണ്ടാവും. അവരുടെ ജോലിയും വിദ്യാഭ്യാസവും പരിപാടികളുമായിട്ട് അവർ പോകുന്നു. പലപ്പോഴും സാധ്യതയുള്ളവരൊരു ഹോം നേഴ്സിനെ കൂടി വച്ചിട്ടായിരിക്കും പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്നത്. CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വളണ്ടിയർമാർക്ക് തൃശൂർ ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ NA ക്ലാസ് നൽകി. വെള്ളാങ്കല്ലൂർ, ആളൂർ, പുത്തഞ്ചിറ, മാള, അന്നമലട, കുഴൂർ, പൊയ്യ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുമാണ് സന്നദ്ധ വളണ്ടിയർമാർ പരിശീലനത്തിന് പങ്കെടുത്തത്. അന്നമലട പഞ്ചായത്തിൽ 120 കിടപ്പുരോഗികളും, ആളൂർ ഗ്രാമപഞ്ചായത്തിൽ 150 കിടപ്പുരോഗികളും, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ 63 കിടപ്പുരോഗികളും, പൊയ്യയിൽ 254, മാളയിൽ 90 കിടപ്പുരോഗികളും, കുഴൂരിൽ 85 രോഗികളും നിലവിൽ പരിചരണത്തിലുണ്ട്. ആകെ 892 പേർ. ഇവരെ പരിചരിക്കാൻ കൂടുതൽ സന്നദ്ധ വളണ്ടിയർമാരെ നൽകി അവരുടെ പരിചരണം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് വളണ്ടിയർമാർക്ക് പരിശീലനം 1ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. അടുത്ത പരിശീലന ഘട്ടം പ്രാക്ടിക്കലായി വീടുകളിൽ സന്ദർശിച്ച് പരിശീലനവും തുടർന്ന് ആഗസ്റ്റ് 26-ന് 3ാം ഘട്ടമായി റിവ്യൂവും നടക്കും. നിലവിൽ ചാരിറ്റി സൊസൈറ്റി ഇല്ലാത്ത എല്ലാ പഞ്ചായത്തിലും പുതിയ ചാരിറ്റി സൊസൈറ്റികൾക്ക് രൂപം നൽകി കിടപ്പുരോഗികളെ സന്നദ്ധ വളണ്ടിയർമാരെ പ്രയോജനപ്പെടുത്തി പരിചരിക്കും. ഓഗസ്റ്റ് 19-ന് കൃഷ്ണപിള്ള ദിനത്തിൽ കിടപ്പുരോഗികളുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കും. M. രാജേഷ്, T. ശശിധരൻ, VN രാജേഷ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. കയ്പമംഗലം പെരുന്തോട് വലിയ തോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്. ശുചീകരണ പ്രവർത്തികൾ നടന്ന മേഖലകൾ ED ടൈസൺ MLA സന്ദർശിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം, എടവിലങ്ങ്, എറിയാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പെരുന്തോട് വലിയ തോട് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തിയിരുന്നു. എന്നാൽ യന്ത്രത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ലെന്നും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി അടിയന്തര ശുചീകരണത്തിനായി ജില്ലാ കളക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജറിന് ET ടൈസൺ MLA കത്ത് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം രൂപ വകയിരുത്തി പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്. ശുചീകരണ പ്രവൃത്തികൾ നടന്ന മേഖലകൾ ET ടൈസൺ MLA സന്ദർശിച്ചു. MLAയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ഇറിഗേഷൻ AEO ജയകൃഷ്ണൻ, പെരുന്തോട് വലിയ തോട് പദ്ധതി കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിക്കാൻ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കയ്പമംഗലം. പാലപ്പള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളങ്കുന്നത്ത് ശാരദയുടെ പ്രസവിക്കാറായ പശുവാണ് ചത്തത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുന്നത് ഇവിടെ പതിവായി മാറിയിരിക്കുകയാണ്. പാലപ്പള്ളി എലിക്കോട് ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലിയിറങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിൻ്റെ ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ്. പുലിയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം കുണ്ടായി കാരിക്കുളം പ്രദേശത്ത് പുലിയിറങ്ങി 2 പശുക്കളെ കൊന്നിരുന്നു. എലിക്കോട് ആദിവാസി നഗറിലുള്ളവർ തോട്ടത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. ഈ പ്രദേശത്താണ് പുലിയിറങ്ങി പശുവിനെ കൊന്നത്. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് അധികൃതർ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവ നടിക്കുള്ള ഈ വർഷത്തെ പുരസ്കാരം പൊമ്പളൈ ഒരു മൈൽ അഭിനയത്തിന് ശ്രീഷ്മ ചന്ദ്രൻ നേടി. 2ാമത്തെ ചിത്രത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ അംഗീകാരം നേടിക്കൊണ്ട് ഗ്രീഷ്മ ചന്ദ്രൻ ചാലക്കുടിക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത്. സംവിധായകൻ വിപിൻ ആറ്റലി ചെയ്ത ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചാലക്കുടിക്കാരൻ തന്നെയായ ശിവൻ മേഘയാണ്. അദ്ദേഹവും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം മെയ് മാസത്തിൽ സൈന ODD റിലീസ് ആയിരുന്നു.
ഒരു വീട്ടമ്മയുടെ റോളിലെ മികച്ച അഭിനയമാണ് ഗ്രീഷ്മയ്ക്ക് അവാർഡ് നേടിക്കൊടുത്തത്. ഒരു ചെറിയ ഗ്രാമത്തിലെ സംശയരോഗിയായ ഒരു ഭർത്താവും അവരുടെ കുടുംബവും അടങ്ങുന്ന ചിത്രമാണ് പൊമ്പളെ ഒരുമേ. LKG മുതൽ 3ാം ക്ലാസ് വരെ ചാലക്കുടി വ്യാസവിദ്യാ നികേതനിലും 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കൊടകര സരസ്വതി വിദ്യാ നികേതനിലും 6ാം ക്ലാസ് മുതൽ +2 വരെ എളമക്കര സരസ്വതി വിദ്യാ നികേതനിലുമായിരുന്നു ഗ്രീഷ്മയുടെ സ്കൂൾ വിദ്യാഭ്യാസം. എറണാകുളം മഹാരാജാസ് കോളേജിലെ ഡിഗ്രി പഠനകാലമാണ് സിനിമയുമായി അടുപ്പിച്ചത്. അവിടെ വെച്ച് നാടകങ്ങളിലെ മികച്ച താരമായിരുന്നു. 2018 ആദ്യ സിനിമയായ പൂമരത്തിൽ കോളേജ് വിദ്യാർത്ഥിയുടെ റോളായിരുന്നു. 2 ചിത്രങ്ങളാണ് ഇനി പുറത്തിറങ്ങുവാനുള്ളത്. VS സനോജിൻ്റെ അരിക്, വനിതകളുടെ നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കുന്ന ശിവരഞ്ജിനി സംവിധാനം ചെയ്യുന്ന വിക്ടോറിയയിലും അഭിനയിച്ചു. കൊടകര അവിട്ടപ്പള്ളി മാഞ്ഞൂക്കാരൻ ചന്ദ്രൻ്റെയും വനജയുടെയും മൂത്ത മകളാണ് ഗ്രീഷ്മ. സഹോദരി ശ്രേയ കോളേജ് വിദ്യാർത്ഥിയാണ്. അമ്മയുടെ സഹോദരൻ സജീവ് വസതിയുടെ വീട്ടിൽ മുത്തശ്ശിയെ കാണുവാൻ വരുന്ന വഴിയിലാണ് അവാർഡ് വിവരം അറിയുന്നത്. അവാർഡ് കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാൻ അതുകൊണ്ട് എല്ലാവരും ചാലക്കുടി ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിലുള്ള അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. അവാർഡ് ലഭിച്ച ഗ്രീഷ്മയെ നഗരസഭ 23ാം വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അവാർഡിന് ചിത്രം അയക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും ഒരിക്കലും ഒരു അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഗ്രീഷ്മ പറഞ്ഞു. പൂമരം കഴിഞ്ഞപ്പോഴാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണ് എന്നുള്ളത്, ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാവണം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു തരത്തിലുള്ള ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടോ സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ സീക്ക് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ഇടയ്ക്ക് സെൽഫ് ഡൗട്ടൊക്കെ വരുമ്പോൾ അധികം ഓഡിഷൻസിന് കൊടുക്കില്ല, ഇടയ്ക്ക് കൊടുക്കും. ചിലത് ഞാൻ പോയി ചെയ്യും, ചിലത് വളരെ നന്നാവും, ചിലത് വർക്കൗട്ട് ആവില്ല, എല്ലാവർക്കും ഉള്ള പോലെ. അപ്പോൾ തൃശ്ശൂരിൽ പോയി വരുന്ന വഴിയിലാണ് അവാർഡ് വിവരം അറിയുന്നത്. തനിക്ക് ലഭിച്ച ഈ അംഗീകാരം ഇതിൻ്റെ സംവിധായകൻ ബിബിൻ ആറ്റിലിക്കും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കും പിന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനായി കൊണ്ടു നടന്ന് ബുദ്ധിമുട്ടിയ തൻ്റെ അച്ഛനും സമർപ്പിക്കുന്നതായും ഗ്രീഷ്മ പറഞ്ഞു. ഇതെന്താ പറയുക, ഇതൊരു വലിയ ദൈവാനുഗ്രഹവും ഞങ്ങൾ ചെയ്തിട്ടുള്ള 7 മാസത്തോളം നമ്മളിത് ഷൂട്ട് ചെയ്തു. ഇത് ഇത്രയും കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, അത് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുകയാണ്. ഞാൻ അവരെൻ്റെ കൂടെ പില്ലേഴ്സായിട്ട് തന്നെ നിന്നിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ സിനിമയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗ്രീഷ്മ പറഞ്ഞു. ഡെഫിനറ്റ്ലി സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ ഡാൻസാണ് ചെയ്യേണ്ടായിരുന്നത്. എൻ്റെ താല്പര്യത്തിന് ഇടികൂടി പോകുന്ന ഒരു ഐറ്റമാണ് മോണോ ആക്ട്. അത് ലേറ്റർ മഹാരാജാസിൽ ചെന്നപ്പോൾ ഞാൻ UG ഡിഗ്രി ചെയ്ത് മഹാരാഷ്ട്രയിലായിരുന്നു എറണാകുളത്ത്. മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ അത് നാടകം ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പോൾ അവിടെ പഠിച്ച 3 വർഷത്തിൽ ഞാനായിരുന്നു നാടകത്തിന് ലീഡ് ചെയ്തിരുന്നത്. അത് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇത് കൊള്ളാം, ഇതാണല്ലോ ഇഷ്ടമുള്ള പരിപാടി എന്ന് മനസ്സിലാവണം. മീഡിയ ടൈം ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേർക്ക് പരിക്ക്. സ്വാതന്ത്ര്യദിനത്തിൽ മുനമ്പത്താണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ മുനമ്പം വലിയപറമ്പിൽ മണി, ഇദ്ദേഹത്തിന്റെ മകൾ ഭാരത് മാതാ കോളേജ് വിദ്യാർത്ഥിനി അനാമിക, മണിയുടെ ജ്യേഷ്ഠ സഹോദരൻ ആലങ്ങാട് സ്വദേശി വേലായുധൻ എന്നിവർക്കാണ് പരിക്കുള്ളത്. പരിക്കേറ്റവർ മുനമ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കാർ ഡ്രൈവർ കൊടുങ്ങല്ലൂർ TKS പുരം സ്വദേശി ചന്ദ്രകുമാറിനെ മുനമ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ഓട്ടോവിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. മാള ഗുരുതിപ്പാറയിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പഴൂക്കര സ്വദേശി പയ്യാക്കൽ മുത്തുമകൻ അക്ഷയ് കൃഷ്ണയെയാണ് ഇന്ന് വൈകിട്ട് 4:30 ഗുരുതിപ്പാറയിലെ വാടക വീട്ടിൽ ചായ്പിന് മുകളിലെ പട്ടികയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഷ്ടമിച്ചിലെ ഗാന്ധി സ്മാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ KSRTCയിൽ പ്രതിഷേധം ശക്തം. മാളയിൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ സമരം നടത്തി. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ പെൻഷൻ വിതരണം ചെയ്യുക, ഓണം അലവൻസ് പുനഃസ്ഥാപിക്കുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് TH വിശംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു. KSRTC പെൻഷൻകാരുടെ ദുരിതം ജനങ്ങളും സർക്കാരും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി KSRTCയുടെ 74 പെൻഷൻ യൂണിറ്റുകളിലും ഇന്ന് 10 മണി തുടങ്ങി 1 മണി വരെയുള്ള സമരപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വൃദ്ധവയോജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സർക്കാരിനെയും
മാനേജ്മെൻറ്റിനേലും നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമം പാഴാകില്ല. പൊതുജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുറച്ച വിശ്വാസത്തിൽ സമരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എസ് ബാലൻ അധ്യക്ഷ വഹിച്ചു. പ്രതിഷേധ സമരത്തിൽ MN ബാലസുബ്രഹ്മണ്യൻ, NK വേലായുധൻ, CM ഗംഗൻ, MO വർക്കി, PC രവി എന്നിവർ സംസാരിച്ചു. ആളൂർ RMHSലെ കലോത്സവത്തിനും സംസ്കൃതോത്സവത്തിനും തിരിതെളിഞ്ഞു. പ്രശസ്ത സിനിമാ താരം നന്ദകിഷോർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചെമ്പൂച്ചിറ GHSലെ സംസ്കൃതം അധ്യാപകൻ ഡോക്ടർ നിതീഷ് MG, പ്രിൻസിപ്പൽ TJ ലൈസൻസർ MPTA രാജീവ് വർക്കി എന്നിവർ സംസാരിച്ചു. RMHSൽ നിരവധി വർഷം സേവനമനുഷ്ഠിച്ച് ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന അധ്യാപകരായ PR രശ്മി, ഷെർലി തോമസ്, സോജൻ T ജോൺ, ഓഫീസ് അസിസ്റ്റന്റ് ജോയ് VM എന്നിവരെ ആദരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ കലാമേള നടന്നു. ടെലിസീരിയൽ താരം ഷാൻസായ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ IM ജിറ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയ സമിതി സെക്രട്ടറി വിജയൻ മേപ്രത്ത, പ്രസിഡന്റ് TC തിലകൻ, മാനേജർ C രാകേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഇക്കണോമിക്സ് ഡോക്ടറേറ്റ് നേടിയ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവിയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടെ പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി കശുമാവ് തൈ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തത് 3500 തൈകൾ നമുക്ക് എത്തിയിട്ടുണ്ട്. അത് ക്രമപ്രകാരം ഇവിടെ വിതരണം ചെയ്യും. മുൻപൊക്കെ ആളുകൾ ഇങ്ങനെ 100 കണക്കിന് വച്ചെങ്കിലും അത് അധികം പിടിച്ചു വരാതെ നശിച്ചു പോകുന്നൊരു സ്ഥിതി. അത് വേണ്ടത്ര ശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കശുമാവ് കൃഷിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു നല്ല ക്ലാസ് ഇതിന് ശേഷം 10 മണിക്ക് ബാങ്കിൻ്റെ ഹാളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ആ ക്ലാസ്സിന് പങ്കെടുക്കണം. കുറേ കാര്യങ്ങൾ അതറിയാനുണ്ട്. അതറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ മേഖലയിലേക്ക് കടന്നു കയറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബാങ്ക് മുൻ പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘം രമ രാഘവൻ, കൃഷി ഓഫീസർ രേഷ്മ ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ മാള പഞ്ചായത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികം ആഘോഷിച്ചു. പ്രസിഡന്റ് വർഗീസ് ഈഴേക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി പീറ്റർ, മുൻ പ്രസിഡന്റ് ഹനീഫ ഹാജി, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ജയ്സനൻ നടുമുറി, ജോഷി അഷ്ടമിച്ചിറ, രാജൻ നടുമുറി, ട്രസ്റ്റിമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 വൺ ഇന്ത്യ വൺ പെൻഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാളയിൽ ആരംഭിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കിയ വിള ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ബയോ ഫാർമസിയുടെയും ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമിത പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വിജയലക്ഷ്മി, വിനയ ചന്ദ്രൻ, സെക്രട്ടറി ഹസീബ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ അസ്മ ബി ലത്തീഫ്, ഡിവിഷൻ മെമ്പർമാരായ രഞ്ജിനി, സുമിര, ദിലീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗാദർ പട്ടേപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. വെണ്ണൂർ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ K നാഗരാജനെയും MBBSൽ ഫസ്റ്റ് ക്ലാസ് വിജയം നേടിയ അനീറ്റ ജിൽസനെയും യോഗത്തിൽ ആദരിച്ചു. +2 SLC മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 62ഓളം വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. വയനാട് ദുരന്തത്തിൽ റെസ്ക്യൂ ടീമിനൊപ്പം വളണ്ടിയറായി പ്രവർത്തിച്ച ബാങ്ക് ജീവനക്കാരായ സാജൻ കാരേക്കട്ടിനെ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ് അധ്യക്ഷനായിരുന്നു. യോഗം ചാലക്കുടി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജി എജെ ഉദ്ഘാടനം ചെയ്തു. KV ജോസഫ്, അഡ്വക്കേറ്റ് പോളി ആന്റണി, ബാബു PV, അഞ്ജു റിജോയ്, മേരി ഡൊമിനിക്, ഷിജു CK, AD സാബു എന്നിവർ സംസാരിച്ചു. കുഴൂർ KSCB പരിധിയിൽ വരുന്ന ആലത്തൂർ വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഇലക്ട്രിക് പോസ്റ്റ് അപകടം വിളിച്ചോതുന്നു. കഴിഞ്ഞ ദിവസം ഒരു കാർ വന്നിടിച്ച് പോസ്റ്റ് തകർന്നു. പോസ്റ്റ് നിമിത്തം പ്രദേശത്ത് അപകടം ഉണ്ടാകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും KSCB അവഗണിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഡോക്ടർമാർ നാളെ പണിമുടക്കും. രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്കം. കയ്പമംഗലം പെരുന്തോട് വലിയ തോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്.
പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി, പശുവിനെ കൊന്നു. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങുന്നതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിൽ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.